നിർമാല്യം പോലൊരു സിനിമയുടെ ഒരു രംഗം, അവസാനത്തെ രംഗം ചിത്രീകരിക്കാൻ നമ്മുടെ വർത്തമാനകാല സമൂഹമോ രാഷ്ട്രീയമോ അനുവദിക്കുന്നില്ല നമ്മളെ ആരെയും. അസുരത്തിലൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഈ ഒരു മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കഥാപാത്രം. അങ്ങനെ ഒരു കഥാപാത്രം ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. അതെ, എഴുത്തിലും പറ്റില്ല, സിനിമയിലും പറ്റില്ല. അത്രമാത്രം അസഹിഷ്ണുക്കളായി നമ്മൾ മാറുമ്പോഴും എം ടിയുടെ കഥാപാത്രങ്ങൾ കാലാനുവർത്തിയായി ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പക്ഷേ എനിക്കൊന്നറിയാം, കുടിക്കുന്നത്ത് ഭഗവതി ഉണ്ട് എന്നെനിക്കറിയാം എന്ന് പറയുന്ന എം ടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടല്ലൂരിനെ അടുത്തറിയുന്നവർക്കറിയാം, ദൈവമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല, പക്ഷേ കുടിക്കുന്നത്ത് ഭഗവതി ഉണ്ട് എന്നെനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഈ കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഞാൻ ആ ഗ്രാമത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്നും ധാരാളം ആളുകൾ കൂടല്ലൂരിലേക്ക് പോയി ഇതുവഴിയല്ലേ സേതു സഞ്ചരിച്ചിരുന്നത്, ഇതുവഴിയല്ലേ അപ്പുണ്ണി സഞ്ചരിച്ചിരുന്നത്, ഇതുവഴിയല്ലേ സുധാകരൻ സഞ്ചരിച്ചിരുന്നത് ഇല്ല എന്നറിഞ്ഞിട്ടും ആ നാട് കാണാൻ വേണ്ടി ആളുകൾ പോകുന്നുണ്ട്. എം ടി പക്ഷേ ഏറെക്കാലം ജീവിതത്തിൽ ചെലവഴിച്ചത് ഇവിടെ തന്നെയാണ്, അല്ലേ? കോഴിക്കോടായിരുന്നു. കോഴിക്കോട് അദ്ദേഹം ഈ സിത്താര എന്ന് പറയുന്ന വീട് അദ്ദേഹം ആദ്യം വാടകയ്ക്ക് എടുത്തതാണ്, പിന്നീട് അദ്ദേഹം സ്വന്തമാക്കുകയായിരുന്നു. ഈ എം ടിയുടെ കഥകളെക്കുറിച്ച് പറയുമ്പോഴേ സാധാരണ ഒരു വിമർശനം ഉണ്ടാവാറുണ്ട്. എം ടി എപ്പോഴും ഈ നാലുകെട്ടിനെക്കുറിച്ചും നായർ തറവാടുകളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു മറുപടി എം ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ട് എത്രയോ ആളുകൾ വിമർശിച്ചിട്ടും അദ്ദേഹത്തിൻ്റെതായ ഒരു മറുപടി ഇല്ല. പക്ഷേ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് എം ടിയുടെ കഥാപാത്രങ്ങളിൽ ഒരിക്കലും ഒരു നായർ അഭിമാനം ഉണ്ടായിട്ടില്ല, ഒരു തറവാടിത്ത പോഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം യഥാർത്ഥമായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കരുത്. ഇപ്പോൾ ഈ നാലുകെട്ടിൽ പോലും ആ നാലുകെട്ട് മച്ചിൽ ഭഗവതി താമസിക്കുന്ന ആ നാലുകെട്ട് പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാലുകെട്ടിൻ്റെ ഈ ദുരഭിമാനങ്ങളെ പൊളിച്ചു കളയാൻ ശ്രമിച്ച എഴുത്തുകാരനാണ്. അപ്പോൾ ജീവിതത്തിൽ അദ്ദേഹം ഈ നാലുകെട്ടിൻ്റെ പേരിലും നായർ തറവാടിൻ്റെ പേരിലും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളെ സൂക്ഷ്മമായി പഠിച്ചാൽ അതിൽ അഭിമാനം കൊണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, നാലുകെട്ട് എഴുതുന്ന സമയം മുതൽ അദ്ദേഹം ആദ്യം എഴുതുന്ന, ഇപ്പോൾ പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ഐക്യകേരളം രൂപപ്പെട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന 1957 വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് തന്നെയാണ് ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഭൂപരിഷ്കരണമാണല്ലോ നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെ, മരുമക്കത്തായത്തെ ഒക്കെ അടിമുടി ഉലച്ചു കളഞ്ഞ രാഷ്ട്രീയ തീരുമാനങ്ങളായിരുന്നു. ആ രാഷ്ട്രീയ തീരുമാനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫ്യൂഡലിസത്തിന്റെ മുഖത്തേക്കാണ് അദ്ദേഹം പലപ്പോഴും തുറച്ചു നോക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ നാലുകെട്ട് എന്നുള്ളത് പരമ്പരാഗത നായർ തറവാടിത്തങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാ ആശങ്കകളും സങ്കീർണതകളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും. ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാലഘട്ടത്തിൽ അനാഥമാക്കപ്പെടുന്ന നായർ തറവാടികൾ ഉണ്ടായിരുന്ന അനാഥത്വമാണ് സേതുമാധവൻ. അതെ, കറക്റ്റ്. ആ അനാഥത്വം, ആ അസ്തിത്വ പ്രശ്നം എന്ന് തന്നെ പറയാം. അതായത് പല മനുഷ്യരുടെയും, അദ്ദേഹം ആ വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ശരിക്കൊരു ക്രിമിനൽ കുറ്റകൃത്യം എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥയിലോ കഥാപാത്രങ്ങളിലോ സംഭവിക്കുന്നു മാത്രമല്ല, ബന്ധങ്ങളിൽ സംഭവിക്കുന്ന മാറ്റമല്ലേ, അത് ചുറ്റുപാട് നിൽക്കുന്ന ഒരു നായർ തറവാടി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമൂഹമായിട്ട് കലഹിക്കേണ്ടതില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ കലഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഭ്രാന്തനായി തീരുകയാണ്. ഒടുവിൽ പറയുന്നുണ്ടല്ലോ, കഥാപാത്രം പറയുകയാണ്, എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലക്കിടൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എം ടിയുടെ തൂലികയിൽ നിന്നുണ്ടാവുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറയുന്നത് ഈ സമൂഹത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ്. അതൊക്കെ കണ്ട ആളുകളാണ്, ചുറ്റുമുണ്ടായിരുന്ന ആളുകളാണ്. അതാണ് യഥാർത്ഥമായി എഴുതുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചോ ഇത് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ കഥാപാത്രം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതി വെക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ണിയാർച്ചയെ, അത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഉണ്ണിയാർച്ച നമ്മൾ ഐതിഹ്യത്തിൽ ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞൊരു വീരപരിവേഷമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. അവരാണ് നമ്മളെ ഒരു റോൾ മോഡലായിട്ടുള്ള സ്ത്രീയിൽ പ്രതികരിക്കുന്ന സ്ത്രീ. ഇമേജിനെ പൊളിച്ചേ കളയാണ്. അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ എങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടതെന്ന് ചോദിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ എം ടിയുടെ വടക്കൻ വീരഗാഥ കാണുമ്പോൾ ആ ഉണ്ണിയാർച്ചയെ കണ്ട് അതിശയപ്പെടുന്നുണ്ട്, ആ ചന്തുവിൻ്റെ ഒരു മാറ്റത്തെ, പരിവർത്തനത്തെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അവിടെ ഒരിക്കലും നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ചന്തു ആയാലും ഭീമനായാലും നമ്മൾ കാണാത്ത ഭീമനെയും നമ്മൾ കാണാത്ത ചന്തുവിനെയാണല്ലോ അദ്ദേഹം കാണിച്ചത്. നമ്മൾ കാണാത്ത മഹാഭാരതമാണ് രണ്ടാമൂഴത്തിലൂടെ വായിച്ചെടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ധർമ്മപുത്രർ എന്ന് പറയുന്നതിന് പകരം വിതുരരുടെ മകനാണെന്നൊക്കെ പറയുന്ന സമയത്ത്, അതല്ലെങ്കിൽ അർജുനെ കുറിച്ച് പറയുമ്പോൾ കാട്ടാളന്റെ മകനാണ് ഭീമൻ എന്ന് എഴുതി വെക്കുമ്പോൾ നോക്കൂ, സാധാരണക്കാരൻ മനുഷ്യനെ എഴുതി വെച്ചാൽ
ഒരു കാലത്ത് മനുഷ്യർ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വായിച്ച് പരിചയിച്ച കഥാപാത്രങ്ങളായി ഭീമൻ നിങ്ങളുടെ മഹാഭാരതത്തിൽ നിൽക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ വന്ന് പറയുകയാണ്, ഈ മഹാഭാരതം ഇങ്ങനെയല്ല. നിങ്ങൾ വാഴ്ത്തിപ്പാടിയ മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ മാറ്റി നിർത്തിയ ചന്തു, ആ ചന്തുവിന് ഇങ്ങനൊരു വീരപരിവേഷമുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ചന്തുവിൻ്റെ ഗാഥ വീരഗാഥയായി മാറുകയാണ്. ചതീനായ ചന്തുവിൻ്റെ ഗാഥയെ വീരഗാഥയാക്കി വിമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നോ? പക്ഷേ ആ വിമർശനങ്ങൾക്ക് മാത്രം അത് ഏറ്റെടുത്തു. അത് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായി. ഒന്ന് ആലോചിച്ചു നോക്കൂ സ്മൃതി, ഇക്കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ MT പറഞ്ഞ വ്യാഖ്യാനം പിന്നീട് യഥാർത്ഥ കഥയായിട്ട് മാറും. അതൊരു കഥാഖ്യാനത്തെ മാത്രമല്ല, ഒരു കഥയുടെ ഘടനയെ തന്നെ മാറ്റി പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഇമേജുകളെ പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ രണ്ടാമൂഴത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും വായിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ട ധർമ്മപുത്രർ, നിങ്ങൾ വായിച്ച ധർമ്മപുത്രർ, നിങ്ങൾ ആരാധിച്ച ധർമ്മപുത്രരല്ല അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. അതൊരു നഷ്ടമെന്ന് പറയുന്നത് ഈ രണ്ടാമൂഴം വായിക്കുമ്പോൾ ആ ഭീമനെ ഒന്ന് നേരിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കും. അതൊരു അഭ്രപാളിയിൽ കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനത് ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം ഒരുപാട് വായനകൾക്ക് സാധ്യതകളുള്ള ഒരു പുസ്തകമായിട്ടാണല്ലോ നമ്മൾ രണ്ടാമൂഴത്തെ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ അത് സിനിമയാവുകയാണെങ്കിൽ MT ഉള്ള കാലത്ത് അത് സിനിമയാവുകയാണെങ്കിൽ അത് MTയുടെ കയ്യൊപ്പം MTയുടെ കൈയടക്കത്തിൽ, പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വാനപ്രസ്ഥം എന്ന് പറയുന്ന, എനിക്കൊന്ന് വാനപ്രസ്ഥം എന്ന കഥയാണല്ലോ പിന്നീട് തീർത്ഥാടനം എന്ന സിനിമയായി മാറുന്നത്. ഞാൻ ആ തീർത്ഥാടന സിനിമയുടെ ലൊക്കേഷനുമായി പ്രവർത്തിച്ചവരുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അവിടേക്ക് തന്നെ പോയിട്ടുണ്ട്. മൂകാംബികയിൽ പോയിട്ടുണ്ട്, കുടജാദ്രി പോയിട്ടുണ്ട്. കരുണാകരൻ മാസ്റ്ററും വിനോദിനിയും സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ താമസിച്ച ഭട്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തീർത്ഥാടനം എന്ന നോവൽ നമുക്ക് തരുന്നൊരു അനുഭവമല്ല, നിർഭാഗ്യവശാൽ ക്ഷമിക്കണം, വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കഥ തരുന്ന അനുഭവമല്ല തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു സിനിമ തന്നത്. അത് അങ്ങനെ ആവാം, നമ്മൾ അവരെ വിമർശിക്കുകയല്ല. പക്ഷേ എങ്കിൽ പോലും MT ഉദ്ദേശിക്കുന്നൊരു ലോകവും കഥാപാത്രവും MTക്കല്ലാതെ മറ്റാർക്കെങ്കിലും തിരക്കഥയിൽ അതേ ഭംഗിയോടുകൂടി എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. പക്ഷേ അത് MT അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തിരക്കഥയിലേക്ക് പോകുമ്പോൾ അതിന് പരിമിതികളുണ്ടല്ലോ, അതിലൊരു ദുഃഖം അദ്ദേഹത്തിനില്ല, പരിഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത്. തിരക്കഥയാക്കുകയും അത് അഭ്രപാളിയിൽ എത്തുമ്പോൾ ഇത് ഇങ്ങനെയല്ല എൻ്റെ കഥാപാത്രം എന്ന് അദ്ദേഹം പരിഭവപ്പെട്ടില്ല. മാത്രമല്ല MTയുടെ തിരക്കഥയിൽ ഒരു സാഹിത്യകാരൻ തിരക്കഥാകൃത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാഹിത്യത്തിൻ്റെ ഒരു ഭാരം ഈ തിരക്കഥയ്ക്ക് വരികയും അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ MTയും ഈ തിരക്കഥ എഴുതുമ്പോൾ ഒരു സാഹിത്യകാരൻ എന്ന പരിവേഷം അഴിച്ചു വെച്ച് ദൃശ്യഭാഷ പരമാവധി ഉപയോഗപ്പെടുത്തി, മൗനം പോലും ഉപയോഗപ്പെടുത്തി തിരക്കഥയെ ഒരു സാഹിത്യമാക്കി ഉയർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും സാഹിത്യത്തിൻ്റെ ഭാരം തിരക്കഥയ്ക്ക് കൊടുക്കുകയല്ല, തിരക്കഥയെ ഒരു സാഹിത്യമാക്കി പരിവർത്തനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റേഡിയോയിലൊക്കെ ശബ്ദ സംപ്രേഷണം വരുമല്ലോ, ഈ ശബ്ദ സംപ്രേഷണം വരുന്ന സമയത്ത് MTയുടെ കഥകളാണ് ശബ്ദ സംപ്രേഷണമെങ്കിൽ അതൊരു സിനിമയായി തന്നെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. മറ്റ് തിരക്കഥകൾ വരുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. MTയുടെ നോവലുകൾ പോലും ഒരർത്ഥത്തിൽ തിരക്കഥാ സ്വഭാവമുള്ള നോവലുകളാണ്. അതിലെ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും നിങ്ങൾക്ക് അവിടെ വീണ്ടെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും നമ്മൾ രണ്ടാമൂഴത്തെ ഇനി ഞാൻ ഉറങ്ങട്ടെയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉറങ്ങട്ടെ രണ്ടാമൂഴത്തേക്കാൾ കഥാപാത്രത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട്, കഥ പറയുന്ന ആഖ്യാന ശൈലി കൊണ്ടൊക്കെ വേറിട്ട തലത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ MT അതിനൊരു ടച്ച് കൊടുക്കുമ്പോൾ അത് മറ്റാരെയും പകർത്താതെ MT കൊണ്ടുവരുന്നൊരു ടച്ചാണല്ലോ. രണ്ടാമൂഴത്തിൽ വേറെ യയാദിയുമായിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്. യയാതി രണ്ടാമൂഴം അതിൻ്റെ പകർപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രണ്ടാമൂഴം മാത്രം വായിക്കുമ്പോൾ അതിനൊരു മൗലികമായിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട് രണ്ടാമൂഴം. മാത്രമല്ല സ്മൃതി, ലോകത്തുള്ള മിക്ക ക്ലാസിക്കുകളും MT വായിച്ചിട്ടുണ്ട്. എല്ലാ സാഹിത്യങ്ങളും, റഷ്യൻ കൃതികളാണെങ്കിലും, ആന്റോൺ ചെക്കോവ്, പിന്നെ അതുകൂടാതെ പിന്നെ ലാറ്റിൻ അമേരിക്കൻ, ഇതാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സ്വാധീനം എഴുത്തിലില്ല. അതാണ് ആ മൗലികത കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് മാത്രം. അത് പക്ഷേ കൂടല്ലൂരുകാരൻ്റെ ഉള്ളിലെ ഒരു എഴുത്തുകാരൻ്റെ മൗലികതയായിരിക്കാം. അദ്ദേഹം എഴുതുന്നതിൽ എല്ലാത്തിനും ഒരു കൂടല്ലൂരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ കഥാപാത്രം നാട്ടുകാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് അറിയാതെ ഒരു ചിരി വരുന്നത്. എന്തുകൊണ്ട് ഭീമൻ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് രണ്ടാമൂഴം